നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ അടുക്കളയിലും വേണ്ട കുറച്ച് സാധനങ്ങളും കുറച്ച് പാത്രങ്ങളും പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളും ഒക്കെയാണ്. ഒരുപാട് പേര് പല വീഡിയോകളിലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പാത്രത്തിന്റെ ലിങ്ക്, ആ സ്പൂണിന്റെ ലിങ്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കോവിഡ് വന്നതിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് എനിക്ക് കോവിഡ് വന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ അയച്ചു. പിന്നെ അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പല വീഡിയോകളിലും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഈ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ. ഇപ്പം എനിക്ക് കോവിഡ് കഴിഞ്ഞിട്ട് 1 മാസത്തിലധികം ആയി. എന്നാലും ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രീത്തിങ് പ്രോബ്ലം, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് കേക്കിൻ്റെ റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്യാൻ ഒത്തിരി ഒന്ന് വൈകുന്നത്. കേക്കിൻ്റെ റെസിപ്പി ആകുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അടുക്കളയിൽ ഞാൻ ഉപയോഗിച്ച് നോക്കി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടുള്ള ഒരു ലിങ്കാണ് ഈ പാത്രത്തിന്റെ, ഈ ഒരു ബ്ലൂ പാത്രം, ബ്ലൂ നോൺ സ്റ്റിക്കിന്റെ പാത്രം. ഇതിപ്പോൾ നല്ലൊരു പാനാണ്. ആക്ച്വലി ഞാനിത് വാങ്ങിച്ചത് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പോൾ ഒക്കെ ഓൺലൈൻ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. പക്ഷേ ഇപ്പം എനിക്ക് ഓൺലൈൻ ലിങ്ക് കിട്ടി. അപ്പോൾ ഈ സെയിം കമ്പനി തന്നെ, സെയിം സൈസ്, സെയിം കളറ്, സെയിം ബ്രാൻഡ് ഉള്ള പാത്രം ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടി. അപ്പോൾ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പാനാട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാൻ. ഇതിൻ്റെ ഈ കളറൊന്നും ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല. ഇത്രയും ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും. ഇതിനു മുമ്പ് ഞാൻ വേറൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളറായിരുന്നു അതിൻ്റെ പിടി. അത് കരിമ്പം കുത്തി ഇങ്ങനെ ഡാർക്ക് ഡോട്ട്സ് വരില്ലേ, അങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഒന്നും ആയിട്ടില്ല. ഇപ്പം ആസ് ഓഫ് നൗ പ്രശ്നമൊന്നുമില്ല. ഇനി എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പാത്രമാണ്. അതേപോലെ തന്നെയുള്ള ഒരു പാത്രമാണ് ഇതും കുറച്ചുകൂടെ വലുതാണ്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും പുഡിംഗ് ഉണ്ടാക്കാനും ഫിഷ് ഫ്രൈ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു പാത്രമാണ്. ബ്ലൂ കളറിലുള്ള നല്ലൊരു ബ്ലൂ കളറാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു കടായിയാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത് നോക്കി, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് വിലയുള്ളത് നോക്കി വാങ്ങിക്കുക. അല്ലെങ്കിൽ വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ വില കുറഞ്ഞിട്ടുള്ള ഒരു 300 രൂപയ്ക്കൊക്കെ നല്ല പാനുകൾ കാണാൻ നല്ല ഭംഗിയുള്ള പാനായിരിക്കും. പക്ഷെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ കോട്ടിങ് ഇങ്ങനെ പൊളിഞ്ഞു വരും. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നാശാവുന്ന മാത്രമല്ല, നമ്മുടെ ഹെൽത്തിനും പ്രോബ്ലം ആയിരിക്കും. അത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ നമ്മുടെ വയറ്റിലെത്തി അത് നമുക്ക് ഹെൽത്തിനും പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിയുന്നതും പൈസയൊക്കെ കുറച്ച് കൂട്ടി വെച്ച് അത്യാവശ്യം നല്ല ഒരു പാൻ തന്നെ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കില്ല, വാങ്ങിച്ചുകൊണ്ട് വന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് തുടച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം ഓഫാക്കി അത് തണുത്തതിന് ശേഷം മാത്രം കഴുകുക. അല്ലാതെ ചൂടോടുകൂടി കഴുകുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ പാത്രമല്ല, ഏത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ സ്ക്രബൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്പോഞ്ചിൻ്റെ സ്ക്രബ് മാത്രം ഉപയോഗിക്കുക. കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണിത്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, എന്നാലും നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ദോശക്കല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മളിപ്പം ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കാണാം ദോശക്കല്ലിൻ്റെ മുകളിൽ വെള്ളം തെറിപ്പിക്കുന്നതായിട്ട്. അതപ്പോൾ ദോശക്കല്ലൊന്ന് തണുക്കും. പക്ഷെ പലരും ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ മേലെയും തണുപ്പിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പോൾ അതിൽ ചൂടുവെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഇത് ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിക്കുക. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പച്ചട്ടിയുടെ ലിങ്ക്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, നമുക്ക് പനിയാരം ഉണ്ടാക്കാം. അടപ്പം കൂടെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇത്രയും നേരം കാണിച്ച നോൺ സ്റ്റിക്ക് പാനുകൾക്കൊന്നും അടപ്പില്ല കേട്ടോ. അടപ്പില്ലാത്തതാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് അടപ്പുണ്ട്. ഇപ്പോൾ 12 കുഴികളുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അടിഭാഗം ഒന്ന് നോക്കണം. അടുപ്പിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന തരത്തിലുള്ളതാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കളിക്കും. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പം നന്നാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിക്കുന്ന സമയത്ത്. അതുപോലെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള അപ്പച്ചട്ടിയാണിത്. ഈ അപ്പച്ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധാരണ അപ്പച്ചട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ പിടിയുടെ ആ സൈഡിൽ ഇങ്ങനെ നട്ട് ഉണ്ടാവും 2 അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറ്റിപ്പിടിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനകത്ത് അതില്ല. പീജിയൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കമ്പനി ഈ ഒരു ടൈപ്പ് അപ്പച്ചട്ടി ഇറക്കുന്നില്ല. ഞാൻ ഒരുപാട് ലിങ്കൊക്കെ നോക്കി, പല കടകളിലും ചോദിച്ചു നോക്കി, ഒന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷെ ആരെങ്കിലും അപ്പച്ചട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. നല്ല ഒരുപാട് കാലമായി എൻ്റെ അടുത്ത്. ഇതിൽ ഞാൻ മീൻ വറക്കും അപ്പം ഉണ്ടാക്കും ഒക്കെ ചെയ്യും. ഒന്നും ആയിട്ടില്ല. നല്ല അപ്പച്ചട്ടിയാണ്. അപ്പോൾ അത് ലിങ്ക് എനിക്ക് ഇതിൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ കടയിലൊക്കെ അപ്പച്ചട്ടി വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഉപകാരമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചീനച്ചട്ടിയാണ് ഈ ഒരു കടായി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായി ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ മുമ്പേ ഉള്ള പാത്രമാണ് ഈ ചീനച്ചട്ടിയാണിത്. ഇതിൽ കണ്ടോ, ഇതിൻ്റെ നല്ല സ്റ്റീലിൻ്റെയാണ് ഈ ഒരു ചീനച്ചട്ടി. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട്, എന്നാൽ അലൂമിനിയത്തിൻ്റെ ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചീനച്ചട്ടിയാണ്. ഇത് സ്റ്റീലിൻ്റെയാണ്, ട്രിപ്പിൾ ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല. നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. നോൺ സ്റ്റിക്കിൻ്റെ അത്രയൊന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് അധികം അടിയിൽ പിടിക്കാതെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു പാത്രമാണ് ഇത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള, നല്ല കട്ടിയുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് അധികം കട്ടിയില്ലാത്ത ഇതിൻ്റെ തന്നെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ചെറുത്. പക്ഷെ അത് അത്ര പോരാട്ടോ. അതിന് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നു, പുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റീലിൻ്റെ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, പെട്ടെന്ന് പുകയും അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ചീനച്ചട്ടിയാണിത്. ശരിക്കും എല്ലാ അടുക്കളയിലും അത്യാവശ്യം വേണ്ട ഒരു ചീനച്ചട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. എന്നാലും പല ബ്രാൻഡുകളും ഈ ട്രിപ്പിൾ ലെയർ ചീനച്ചട്ടി ഇറക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല റേറ്റാണ്. അതിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അധികം ഉപകാരമുള്ള, എല്ലാ കിച്ചണിലും അത്യാവശ്യം വേണ്ട ഒരു കടായിയാണിത്. അടുത്തത് കുക്കറാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന കുക്കറാണ്. ഇപ്പം ഈ ഒരു കുക്കറായിരുന്നു നമ്മൾ പണ്ട് ഗിവ് അവേയിൽ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ ഒരു കുക്കറാണ്. 1-2 പേർക്കൊക്കെ ആണെങ്കിൽ ചോറും ഇതിൽ വെക്കാം. അടുത്തത് ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുക്കറാണ്. 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇതും നല്ലൊരു കുക്കറാണ്. സെറാമിക് കോട്ടഡ് ആണ്. ഈ കോട്ടിങ് ഇത്രയും കാലമായിട്ട്, ഇപ്പോൾ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ട്. ഇതുവരെയ്ക്കും ഇതിന് കോട്ടിംഗ് ഒന്നും പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല കാണാൻ ലുക്കുണ്ട്, ഉപയോഗിക്കാനും നല്ലതാണ്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്പാച്ചുലയും ബ്രഷുമാണ്, ഓയിൽ ബ്രഷുമാണ്. ഇത് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. പലരും പല വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഒന്നും ചൂടാക്കരുതാണ്. ഇത് സിലിക്കോൺ മെറ്റീരിയലാണ്. ഇത് ചൂടായാലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളിപ്പം ഞാൻ ഇവിടുന്ന് സിലിക്കോണിൻ്റെ പുറത്തുനിന്ന് ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചൂടിലിട്ട സമയത്ത് അതിലിങ്ങനെ ബബിൾസ് പോലെ വന്ന് തരിതരാന്ന് വന്ന ഒരു റഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതല്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് വടിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഒട്ടും കറിയൊന്നും വേസ്റ്റ് ആക്കാതെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടത്. ഇതൊരു സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഓയിൽ ബ്രഷും ഉണ്ട്. ഈ ബ്രഷ് നമുക്ക് ചൂടായിട്ടുള്ള തവയിലൊക്കെ ഓയിൽ ബ്രഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു തവി പോലെയാണുള്ളത്, ഇതിപ്പോൾ ചട്ടുകം പോലെയാണുള്ളത്. ഇത് അതിൻ്റെ തന്നെ 2 ചെറുത്, പിന്നെ ഒരു ഓയിൽ ബ്രഷ്, അത്രയാണുള്ളത്. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പൂൺ ഇട്ട് വെച്ചതാണ്, മാറ്റി കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, നമുക്ക് എടുക്കാം. ഇത് അടിയിലുള്ളത് ഒരു മരത്തിൻ്റെയാണ്. അപ്പം നമുക്കിത് ഡൈനിങ് ടേബിളിലൊക്കെ നല്ല ഭംഗിയായിട്ട് സ്പൂണോ ഫോർക്കോ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുറേ ആയി എൻ്റെ കയ്യിലിത്. പലരും ചോദിക്കുന്നതാണ്. ഈ ഒരു നൈഫും സെർവറും നമ്മൾ കേക്കൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗോൾഡൻ കളർ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് റഫ് യൂസ് ഒന്നും പാടില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. പക്ഷെ ഇത് കുറേ ആയി, ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഭംഗിയുള്ള നൈഫും സെർവറും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സ്പൂണിൻ്റെ ലിങ്ക്. ഇത് നല്ലൊരു സ്പൂണാട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ബ്ലാക്ക് പിടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഒന്നും ആയിട്ടില്ല. അത് കുറേ ആയി ഞാൻ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും. ഇതിപ്പോൾ ഫാൻസി ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നമ്മൾ അടുക്കളയിൽ ചൂടാക്കാനോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്പൂണുകളാണ് ഇതൊക്കെ. നമുക്കിങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാം. അത്
അതേപോലെ തന്നെ ഈ ഗോൾഡൻ കളർ സ്പൂൺ, ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല, നല്ല സ്പൂണുകളാണ്. അതുപോലെ ഈ ഫോർക്കും നൈഫും ഉണ്ട്. ഇതിപ്പം ഒരു സെറ്റായിട്ടാണ് വരുന്നത്. സാധാരണ ഈ ഒരു സംഭവത്തിന് നല്ല റേറ്റ് ആയിരിക്കും, അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സെറ്റാണിത്. പിന്നെ വേറെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെഷറിംഗ് കപ്പ്. ഇതിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നില്ല, കാരണം ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോയിട്ടുണ്ട്. കണ്ട, നല്ല റേറ്റാണ് അതിന്, പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും ലാസ്റ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോയി. അപ്പോൾ ഇതുപോലത്തെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെക്കണം. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കേണ്ടത്, നമ്മളിതിൽ വിനീഗറൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴുകി വെക്കണം. വിനീഗർ എടുത്ത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഈ പാത്രത്തിൽ ഞാൻ വിനീഗർ എടുത്തിട്ട് ഞാൻ കഴുകിയെന്ന് വിചാരിച്ചു, അങ്ങനെ തന്നെ എടുത്തു വെച്ചു. നമുക്ക് വിനീഗർ അല്ലേ, നമുക്ക് മനസ്സിലാവില്ല ഇതിനകത്ത് കഴുകിയതാണോ അല്ലയോ എന്ന്. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഇങ്ങനെ കോട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ കപ്പുകൾക്കും പ്രശ്നമില്ല, എന്നാൽ ഈ ഒരു സെറ്റിലുള്ള പല സ്പൂണിനും ചെറുതായിട്ട് കോട്ടിങ് ഇളകി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇടാത്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ പലരും ചോദിച്ചിട്ടുള്ള ഒരു ബൗളാണിത്. ഗ്ലാസിൻ്റെ ബൗളാട്ടോ, 2 എണ്ണം ഒരേ സൈസിലുള്ള ബൗളാണ്, നല്ല ബൗളാണ്. ആ സമയത്ത് നമ്മൾ ഈ ഒരു ബൗളിന് വിചാരിക്കുന്ന അത്രയും റേറ്റ് ഇല്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് അയ്യോ ഈ ഒരു പാത്രത്തിന് ഇത്രയും റേറ്റ് ഉള്ളോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പാത്രമാണ് കേട്ടോ അത്. അതുപോലെ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വെയിങ് മെഷീൻ്റെ ലിങ്ക്. ഈ സാധാരണ ഈ ഒരു വെയിങ് മെഷീൻ അല്ലല്ലോ കാണാം, ഒരു വൈറ്റ് കളർ വെയിങ് മെഷീൻ അല്ലേ ഉണ്ടാവുക. അത് വൈറ്റ് കളർ ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് ചീത്തയായിപ്പോയി കേട്ടോ. അതിനുശേഷം വാങ്ങിച്ചതാണിത്. ഇതും അത്യാവശ്യം നല്ല സാധനം തന്നെ. അപ്പോൾ കുറച്ചായി എൻ്റെ കയ്യിൽ. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം എത്ര വില കൂടിയതായാലും വില കുറഞ്ഞതായാലും ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ ചീത്തയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ആമസോണിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ബൗള്. ഇത് പക്ഷേ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഏപ്രനും ഗ്ലൗസും ആണ് കേട്ടോ. അത് സെയിം ഡിസൈനുള്ള ഏപ്രനും ഗ്ലൗസാണ്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 1 മാത്രമേ ഇതിൻ്റെ കൂടെ ഗ്ലൗസ് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നല്ല ഏപ്രനാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കോട്ടൺ ആണ് മെറ്റീരിയൽ, നല്ല സംഭവമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം തിക്നെസ് ഉള്ള കോട്ടണിൻ്റെ തന്നെ ഏപ്രനാണ് വേറൊരെണ്ണം. പിന്നെയുള്ള ഒരു ഏപ്രനാണ് ഇത് പ്ലാസ്റ്റിക് കോട്ടഡ് ആണ് കേട്ടോ, ഉള്ളിൽ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഒട്ടും നമ്മുടെ ദേഹത്ത് വരില്ല. ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല, ചെറുതാണ് സംഭവം, പക്ഷേ നമ്മുടെ ഡ്രസ്സൊന്നും നനയുന്നില്ല. അപ്പോൾ ഈ 3 ഏപ്രൻ്റെയും ലിങ്ക് ഇട്ടേക്കാം. ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങിക്കാമല്ലോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്റ്റീലിൻ്റെ ട്രേ ആണ്. നമ്മളിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പ്ലേറ്റും ഒക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം വാലാനായിട്ട് വെക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാനത് അതിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു റാക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ആണ്. അത് ഇതിൻ്റെ അടിയിലാട്ടോ വെച്ചിരിക്കുന്നത്, എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ സാധാരണ നമ്മൾ സിങ്കിൻ്റെ സൈഡിലായിട്ടൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ. അത് ശരിക്കും പറഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ, നല്ല ഒരു സംഭവമാണിതും. അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.